ഓം ശാന്തി. പ്രിയപ്പെട്ട ബാപ്ദാദ, ഗുഡ് മോർണിംഗ്. ഞാൻ അതിസൂക്ഷ്മമായ ആത്മാവാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യപ്രകാശമാണ്. ഞാൻ ഏറ്റവും വലിയ സമ്മാനം അനുഭവിക്കുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. എൻ്റെ മനസ്സിപ്പോൾ വളരെ ശാന്തമാണ്. ശരീരവും ശാന്തമാണ്. ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും മസ്തകമധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ഒരു ദിവ്യപ്രകാശമാണ്. അതിതേജോമയമാണ്. വളരെയധികം പ്രകാശിക്കുന്ന പ്രകാശമയമായ ആത്മാവാണ് ഞാൻ. ആത്മസ്വരൂപത്തിലേക്ക് മനസ്സേകാഗ്രമാകൂ. ഞാൻ എൻ്റെ സമ്മാനം വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കൂ, ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. ഓരോ ശ്വാസമെടുക്കുമ്പോഴും ബാബയുടെ ശക്തി ഉള്ളിലേക്ക് നിറയുന്നതായി അനുഭവിക്കൂ. ഓരോ നിശ്വാസം പോകുമ്പോഴും ഇങ്ങനെ സങ്കൽപ്പിക്കൂ, ബാബയുടെ ശക്തികൾ എന്നിൽ നിന്നും ഈ മുഴുവൻ അന്തരീക്ഷത്തിലേക്കും വ്യാപിക്കുന്നു. കുറച്ച് പ്രാവശ്യം ഇപ്രകാരം അഭ്യസിക്കൂ.
ഞാൻ ആത്മാ അധികാരിയാണ്. സ്വരാജ്യത്തിൻ്റെ അധികാരി, വളരെ വളരെ ശക്തിശാലി. ഞാൻ സർവകർമ്മേന്ദ്രിയങ്ങളുടെയും യജമാനനാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. ഞാൻ പ്രകൃതിപതി ആത്മാവാണ്. ഞാൻ വളരെയധികം പവർഫുള്ളാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈ കണ്ണുകളിലൂടെ സ്വർണിമ ലോകം കാണുന്നു. എൻ്റെ കാതുകളിലൂടെ ഞാൻ പരമാത്മാ മഹാവാക്യങ്ങൾ കേൾക്കുന്നു. എൻ്റെ മുഖത്തിലൂടെ പരമാത്മാ ജ്ഞാനരത്നങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നു. ഈ മൂക്കിലൂടെ പരമാത്മാ ശക്തികളാകുന്ന ശ്വാസം ഞാൻ എടുക്കുന്നു. ഈ തൊണ്ടയിലൂടെ മധുരമായ വാക്കുകൾ സംസാരിക്കുന്ന ആത്മാവാണ് ഞാൻ. ഈ ഹൃദയത്തിൽ പ്രിയപ്പെട്ട ശിവബാബയെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എൻ്റെ ഈ കൈകളിലൂടെ ബാബയുടെ സേവനങ്ങൾ ഞാൻ ചെയ്യുന്നു. ഈ പാദങ്ങളിലൂടെ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ബാബയുടെ ഓർമ്മയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്വരാജ്യ അധികാരി ആത്മാവാണ് ഞാൻ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കാണും. എൻ്റെ പുരികമധ്യത്തിൽ നിന്നും തേജസ്സുറ്റ കിരണങ്ങൾ, പ്രകാശം ഈ ശരീരം മുഴുവൻ വ്യാപിക്കും. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ അംശത്തിലും ദിവ്യപ്രകാശം നിറയുകയാണ്. അങ്ങനെ സ്ഥൂല ശരീരത്തിൻ്റെ ബോധം ഞാൻ മെല്ലെ മറക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഒരു ഫരിസ്താ ശരീരം ഞാൻ ഈ പ്രകാശത്തിലൂടെ നിർമ്മിക്കുന്നു. എനിക്ക് വെള്ളപ്രകാശമയമായ
വളരെ പവിത്രമായ, ദിവ്യമായ, പ്രകാശമയമായ ശരീരം എനിക്ക് കാണാം. ഒരു സെക്കൻഡിൽ ഞാൻ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എന്നിട്ട് എൻ്റെ സുന്ദരമായ പ്രകാശമയമായ ശരീരം ഞാൻ ദർശിക്കുന്നു. എൻ്റെ പ്രകാശനേത്രങ്ങളിലൂടെ ഞാൻ എൻ്റെ തന്നെ പഞ്ചതത്വനിർമ്മിതമായ ശരീരത്തെയും വേറെയായി കാണുന്നു. ഞാൻ സാക്ഷിയായി ഈ രണ്ട് ശരീരവും മാറി മാറി നിരീക്ഷിക്കുന്നു. എനിക്ക് ശരിക്കും ബോധ്യപ്പെടുന്നു, ഈ ശരീരം എൻ്റെ ഒരു വാഹനം മാത്രമാണ്. ഞാൻ ഈ ദേഹം ഉപേക്ഷിച്ച് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക്. പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് പറക്കുന്നത് അനുഭവിക്കൂ. ഇതാ ഞാൻ എത്തിച്ചേർന്നു എൻ്റെ സൂക്ഷ്മവതനത്തിൽ. ഞാൻ ബാപ്ദാദയുടെ മുന്നിൽ ഹാജരായിരിക്കുന്നു. എൻ്റെ പ്രാണനേക്കാൾ പ്രിയങ്കരനായ ബാബ, ബാബ എന്നെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കുട്ടി, എൻ്റെ ഓമന സന്താനമേ, വരൂ വരൂ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ബാബ എന്നെ ആശ്ലേഷിക്കുന്നു. ബാബയുടെ മസ്തകത്തിലേക്ക് നോക്കൂ. എത്ര ശക്തിശാലിയാണ് ബാബ. ആ ശക്തിശാലി വൈബ്രേഷൻ അനുഭവിക്കൂ. ബാബ എനിക്ക് ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃഷ്ടിയിലൂടെ ഒരു പ്രകാശധാര തന്നെ എൻ്റെ മേലെ വന്ന് പതിക്കുന്നു. ബാബയുടെ മസ്തകത്തിൽ നിന്നും സത്യമായ ദിവ്യമായ പ്രേമത്തിൻ്റെ പ്രവാഹം എന്നിലേക്ക് ഒഴുകുന്നു. ബാബ എൻ്റെ മസ്തകത്തിൽ തിലകമണിയിച്ചു. എന്നിട്ട് ബാബ എനിക്ക് വരദാനം തരുന്നു. എൻ്റെ കുട്ടി, നിരാകാരി ഭവ, സമ്പൂർണ്ണ നിർവികാരി ഭവ, സമ്പൂർണ്ണ പവിത്ര ഭവ. ബാബയിൽ നിന്ന് ഈ വരദാനങ്ങളെല്ലാം എടുത്ത് അനുഭവിച്ചതിന് ശേഷം സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും മുകളിലേക്ക് പറന്നുയരുന്നു.
ഞാൻ ആത്മാ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ശാന്തിധാമം, ഈ ശീതളമായ ലോകം മുന്നിൽ ഈ ലോകത്തിൽ സർവശക്തിമാനായ ബാബയെ കാണൂ. ബാബയിൽ നിന്നും സർവശക്തികളുടെ അലകൾ, കിരണങ്ങൾ എത്ര ദൂരെ വരെ വ്യാപിക്കുന്നു, അത് കണ്ടുകൊണ്ടിരിക്കും. ബാബ എനിക്കെല്ലാം തന്നുകൊണ്ടേയിരിക്കുന്നു. അളവറ്റ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം ബാബ എനിക്ക് തന്ന് എന്നെ പാലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുണങ്ങളും ജ്ഞാനവും ശക്തികളും ഈശ്വരീയ സമ്പത്തായി ബാബ എനിക്ക് നൽകിയിരിക്കുന്നു. ബാബയുടെ സ്നേഹം നിരന്തരം എന്നിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ ശക്തികളുടെയും ആ ദിവ്യ പ്രേമത്തിൻ്റെയും കിരണങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയുടെ സർവശക്തികളും സർവഗുണങ്ങളും അനുഭവിച്ച് സമ്പത്തെല്ലാം പ്രാപ്തമാക്കി ഞാൻ മെല്ലെ താഴേക്ക് വരികയാണ്. ഞാനിപ്പോൾ സൂക്ഷ്മലോകത്തിലെത്തി. എൻ്റെ വെള്ളപ്രകാശത്തിൻ്റെ ഡ്രസ്സ് ഞാൻ ധരിച്ചു. ഞാൻ ബാബയിൽ നിന്ന് ദൃഷ്ടിയെടുക്കുന്നു, തിരിച്ചു മടങ്ങുകയാണ്. സൃഷ്ടിയാകുന്ന സ്റ്റേജിലേക്ക് ഞാൻ തിരിച്ചെത്തുകയാണ്. ഇവിടെയാണ് എനിക്ക് പാർട്ട് അഭിനയിക്കേണ്ടത്. താഴെ ഞാൻ ദേഹമാകുന്ന വസ്ത്രത്തോടൊപ്പം തന്നെ പ്രകാശവസ്ത്രവും ധരിക്കുകയാണ്. ഞാൻ വളരെയധികം ശാന്തമാണ്, സ്ഥിരതയുള്ള ആത്മാവാണ്, സർവശക്തികളാൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ്, വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന പ്രസന്ന ചിത്തനായ ആത്മാവാണ്.
ഞാൻ എൻ്റെ ഓരോ കർമ്മത്തിലും പരമാത്മശക്തി ഉപയോഗിക്കുകയാണ്. എന്നേക്കുമായി എൻ്റെ ജീവിതം പരിവർത്തനപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ആത്മാ വിശ്വമംഗളകാരിയാണ്. ഞാൻ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുകയാണ്. എത്ര നേരം വേണമെങ്കിലും ബാബയുടെ സ്നേഹവും അനുഭവിച്ച് ബാബയെ തന്നെ കണ്ടുകൊണ്ട് എനിക്കിരിക്കാൻ കഴിയും. അത്രമാത്രം സ്ഥിരതയുള്ള ശക്തിശാലി ആത്മാവാണ് ഞാൻ. ഓം ശാന്തി.